ഹലോ ഓൾ, അപ്പോൾ ഞാൻ ഇന്നുള്ളത് അവോധയുടെ കൊച്ചിൻ ഫ്ലോറിലാണ്. നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് PHP ഡെവലപ്പറായിട്ട് ബ്രാൻഡിങ് സ്പാരോ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ആ സ്റ്റുഡൻറ്റിൻ്റെ ലൈവ് എക്സ്പീരിയൻസ് അറിയാനാണ് നമ്മളിന്ന് പോകുന്നത്. ഞാൻ എന്നുള്ളത് ബ്രാൻഡിങ് സ്പാരോ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസിലാണ്. സോ ബ്രാൻഡിങ് സ്പാരോയുടെ ഡയറക്ടർ നമ്മളൊപ്പം ഉണ്ട്. സോ അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഹായ് ഓൾ, മൈസെൽഫ് റാഷിദ്. ഞാൻ ഇവിടെ ബ്രാൻഡിങ് സ്പാരോ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു IT സോഫ്റ്റ്വെയർ ഫേം ആണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറൗണ്ട് ഒരു 6 years ആയിട്ട് നമ്മൾ ഈ ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോയിരിക്കുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ടും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർസും വെബ് ആപ്ലിക്കേഷൻസും മൊബൈൽ ആപ്ലിക്കേഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ മേജർ ക്ലയൻസ് കറൻ്റ്ലി നമ്മൾ പൂനെയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. പൂനെ, ബാംഗ്ലൂർ, കൊച്ചി ഈ 3 ലൊക്കേഷനിലാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മളുടെ ബിസിനസ് ഓൺഗോയിങ് ആയിട്ടുള്ളത്. പിന്നെ ദെൻ ആഫ്റ്റർ നമുക്ക് പ്രസൻസ് ദെയർ ഇൻ ദുബായ് ഓൾസോ. അപ്പോൾ ദുബായിലുള്ള കുറച്ച് ക്ലയൻസിൻ്റെ സർവീസസും അവർക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷൻസ് ആൻഡ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർസ് ആണ്. സോ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ്, വെബ് ആപ്ലിക്കേഷൻസ്, വെബ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ അറൗണ്ട് മോർ ദാൻ ഒരു 25 മെമ്പേഴ്സാണ് നമ്മൾ ടോട്ടൽ ടീമായിട്ട് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് കൊച്ചിയിൽ കങ്ങരപ്പടി, എറണാകുളം സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് ആണ് നമ്മളുടെ കങ്ങരപ്പടി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് നമ്മളുടെ കറണ്ട് ഓഫീസ് ഉള്ളത്. ഇവിടെ നമുക്ക് ഇപ്പം നിലവിൽ വെബ് ഡിസൈനിങ്, വെബ് ഡെവലപ്മെൻറ്റ്, മൊബൈൽ ആപ്പ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് സെക്ഷന്, ദെൻ ആഫ്റ്റർ ബ്രാൻഡിങ്, കോർപ്പറേറ്റ് ബ്രാൻഡിങ്, ഇത്രയും സർവീസസാണ് നമ്മളുടെ സർവീസസ് ആയിട്ട് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ബ്രാൻഡിങ് സ്പാരോ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ്. എന്നോടൊപ്പം ഉള്ളത് അജിത്താണ്. അപ്പം അജിത്ത് തന്നെ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്ത്. എൻ്റെ പേര് അജിത് PA. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ബ്രാൻഡിങ് സ്പാരോ സോഫ്റ്റ്വെയർ സൊല്യൂഷനിൽ PHP ഡെവലപ്പറായിട്ടാണ്. PHP ഡെവലപ്പർ. അതെ. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ വയനാടാണ്. വയനാട് എവിടെയാണ്? വയനാട് സുൽത്താൻ ബത്തേരിയാണ്. ഓക്കെ. അപ്പം ഏത് കോഴ്സാണ് അവോധ ചെയ്തിരുന്നത്? PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. PHP ഫുൾ സ്റ്റാക്ക് തന്നെയായിരുന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അവോധയിൽ കോഴ്സ് ചെയ്തിട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറഞ്ഞ പൈസയിൽ കുറേ പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഇപ്പം ഇന്റേൺഷിപ്പ് അല്ലേ? ഇന്റേൺഷിപ്പ് എങ്ങനെയുണ്ട്? കമ്പനി എൻവയോൺമെൻറ്റ് എങ്ങനെയുണ്ട്? സപ്പോർട്ടിങ് നല്ല സപ്പോർട്ടിംഗ് ആണ്. അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടിംഗ് ആണ്. സ്റ്റാഫ്സ് എല്ലാം നല്ല സപ്പോർട്ടിംഗ് ആണ്. ഓക്കെ. അപ്പം ഈ കോഴ്സ് അവോധയിൽ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കേട്ട ടൈമിൽ? ഇപ്പം കോഴ്സിനെ പറ്റി ഒരുപാട് എൻക്വയറി ആദ്യം ചെയ്ത് കാണുമല്ലോ, എൻക്വയറി ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ആദ്യം തന്നെ യൂട്യൂബിലൊക്കെ പോയി നമ്മൾ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്താണ് കോഴ്സിനെ പറ്റി. അപ്പം യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് അവോധയിലേക്ക് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ അവോധ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? അവോധയ്ക്ക് മെയിൻ എത്തിപ്പെടാനുള്ള കാരണം എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. കാരണം അവരെ കസിൻ പഠിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കിങ്ങോട്ട് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു, പിന്നെ കോഴ്സിനെ കുറിച്ച് സെർച്ച് ചെയ്തു. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിന് ഭയങ്കര സാധ്യതകളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അവോധയിൽ എടുക്കാൻ കാരണം. പിന്നെ മെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ലോ കോസ്റ്റാണ് വരുന്നത്. 2800 രൂപയ്ക്ക് ഇങ്ങനൊരു കോഴ്സ് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും വർത്താണ്. അതിനുള്ള ക്ലാസ്സും ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെയാണ്. ഓക്കെ. അപ്പം ജസ്റ്റ് യൂട്യൂബ് ട്യൂട്ടോറിയലൊക്കെ എന്തായാലും പോയി സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും അവോധയുടെ ക്ലാസ്സിലേക്ക് വന്നപ്പം എന്തോ ഒരു ഡിഫറൻസ് തോന്നി? അവിടെ നിന്ന് ക്ലാസ്സിലോട്ട് വന്നപ്പോൾ ഒന്നും കൂടി വീഡിയോസിനൊക്കെ നല്ല ക്ലാരിറ്റിയാണ്. പിന്നെ ആദ്യത്തെ ഫസ്റ്റ് സെക്ഷനൊക്കെ വേറെ ഇതായിരുന്നു, വീഡിയോസ് ആയിരുന്നു, അതായത് വേറെ ആളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് വന്നപ്പോഴാണ് ഒന്നും കൂടി ക്ലാരിറ്റി കൂടി തുടങ്ങിയത്. അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ
പോസ് ചെയ്ത് കറക്റ്റ് എന്താ കാര്യം എവിടെ വെച്ച് നമുക്ക് മിസ്റ്റേക്ക് ഒക്കെ എന്നുള്ളത് നമുക്ക് കണ്ടെത്തി പഠിക്കാൻ പറ്റും. യൂട്യൂബിലെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവോധയിലെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസ് തൊട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. പിന്നെ ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ നമുക്ക് എല്ലാ ക്ലാസ്സും കോർ PHP ആയിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു ക്ലാസ്സൊക്കെ. അപ്പോൾ യൂട്യൂബ് വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു അവോധയുടെ ക്ലാസ്സസ്. ഓക്കെ. അജിത്ത്, ഈ PHP ഫുൾ സ്റ്റാക്കിലെ കരിക്കുലത്തിൽ എന്തൊക്കെ സിലബസുകളായിരുന്നത്? ഞങ്ങൾക്ക് ഫസ്റ്റ് വരുന്നത് HTML ആണ്, പിന്നെ CSS, JavaScript, അജാക്സ്, ലൂപ്സ്, പിന്നെ വരുന്നത് നമുക്ക് PHP, മെയിനായിട്ട് വരുന്ന PHP. ഇത്രയും പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ. അപ്പം ഇതിൽ ഈ ജോബ് ടൈറ്റിലേക്ക് വരുന്നത് ജോബിലേക്ക് വരുമ്പം എന്തൊക്കെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്? ജോബിൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് PHPയുടെ ബാക്ക് എൻഡും പിന്നെ ഫ്രണ്ട് എൻഡിൽ വരുന്ന HTML ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ HTML PHP മാത്രമേ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ആ 2 കോഡേ വരുന്നുള്ളൂ. ഓക്കെ. അപ്പം ഈ കോഴ്സ് കേൾക്കുന്ന ടൈമിൽ ഡൗട്ട്സ് ഒക്കെ വരാറുണ്ടായിരുന്നു? ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ലൈവ് സെഷനിൽ ഒരു ഫീഡ്ബാക്ക്? നല്ലതായിരുന്നു. കാരണം ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു വീഡിയോയ്ക്ക്. സൂമിലായതുകൊണ്ടാണ് നമുക്ക് അധികം വിചാരിക്കും നമ്മൾ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, ഇടയ്ക്ക് റേഞ്ച് കട്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതങ്ങനെയൊന്നും അല്ലായിരുന്നു. നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പറയുന്നതിനും എല്ലാം നല്ല വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കി തരുമായിരുന്നു. നല്ല ക്ലാരിറ്റിയിലായിരുന്നു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ക്ലിയർ ആക്കി തരുകയും ചെയ്യും. ട്യൂട്ടേഴ്സ് എല്ലാം നല്ല സപ്പോർട്ട്, നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ. അപ്പം ഈ ഇന്റേൺഷിപ്പിന് മുമ്പ് എന്തായാലും ജാപ്പ് അറ്റൻഡ് ചെയ്തതാണ് അല്ലേ? ജാപ്പിലെ ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനകത്തൊരു പ്രോസസ് എന്ന് പറയാം. ഓക്കെ. ജാബിൽ എന്ന് പറഞ്ഞാൽ കയറി നമ്മൾ ID ആണല്ലോ, നമ്മൾ സെലക്ട് ചെയ്തിട്ട് ജാബ് കയറുകയാണ്. ജോബ് ID. ഓക്കെ. ജോബ് ID കയറിയിട്ട് അവിടെ ട്യൂട്ടർ ഉണ്ടാവും. ആ ട്യൂട്ടറിന് ആ ജോബ് ID കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരും. എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്ന് കറക്റ്റ് നമുക്ക് അതിനെ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ ഇൻ്റർവ്യൂവിന് കയറുന്നത്. അജിത്ത് എത്ര ടൈം എടുത്തിരുന്നു ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ? നോർമലി 3 മന്താണ് വരുന്നത്. അജിത്ത് എത്ര ടൈം എടുത്തായിരുന്നു? ഞാൻ 6 മന്ത് എടുത്തിരുന്നു, ഏകദേശം 6 മന്ത് എടുത്തിരുന്നു. ഓക്കെ. ഡീറ്റെയിൽ ആയിട്ടായിരുന്നു ക്ലാസ്? ഡീറ്റെയിൽ ആയിട്ട് തന്നെ. ഓൾ പ്രോസസ് ആണോ അതോ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമായിട്ട്? ഓൾ പ്രോസസ് മൊത്തത്തിൽ ജോബിനടക്കം 6 മന്ത് കൊണ്ട് തന്നെ ഇന്റേൺഷിപ്പിലേക്ക് പ്ലേസ്ഡ് ആയി. അപ്പോൾ നമ്മൾ ഈ കോഴ്സിൽ ഒരുപാട് ക്വിസ്, ഓരോ ചാപ്റ്റേഴ്സ് കഴിയും ക്വിസ്, അതേപോലെ അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരും അല്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നു? നമുക്കൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനാണ് ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വെറുതെ ക്ലാസ് കണ്ടു പോവുക എന്നുള്ളതല്ലല്ലോ, നമുക്ക് അതിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ക്വിസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റൗണ്ടൊന്നും ചിലപ്പോൾ പാസ്സാവണമെന്നില്ല. കാരണം ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല വരുന്നത്. കാരണം BA ആയിരുന്നു പഠിച്ചുകൊണ്ട്, BA പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ക്വിസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ തെറ്റുകളൊക്കെ വരാറുണ്ട്. പിന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടി പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അസൈൻമെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഡൗട്ടായിരുന്നു എങ്ങനെ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഞാൻ ട്യൂട്ടർ അടുത്ത് കയറി ചോദിച്ചു എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ട്യൂട്ടർ പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ പിന്നീട് അസൈൻമെൻറ്റ് ചെയ്തത്. പിന്നെ ഫൈനൽ അസൈൻമെൻറ്റിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് വന്നത്. അപ്പോൾ ഏകദേശം ഒരു 1 മന്തോളം ഞാൻ കണ്ടിന്യൂസ്ലി ലൈവ് സെക്ഷനിൽ കയറിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് പ്രോസസ്സ്, എങ്ങനെയാണ് ഇത് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ള ട്യൂട്ടോറിയൽ കറക്റ്റ് പറഞ്ഞു. ഓക്കെ. അപ്പം BA പൊളിറ്റിക്കൽ സയൻസ് ആണ്. BA പൊളിറ്റിക്കൽ സയൻസിലേക്ക് PHP ഫുൾ സ്റ്റാക്ക്, അത് തമ്മിലുള്ള ലിങ്ക് എന്തായിരുന്നു? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോക്ക്ഡൗൺ സമയത്ത് ഇഷ്ടംപോലെ വേക്കൻസി വന്നു. അപ്പോൾ ഒരു പെട്ടെന്നൊരു ജോലി എന്നുള്ളതായിരുന്നു എൻ്റെ മുന്നിൽ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നപ്പോൾ ഇത് പഠിച്ചപ്പോൾ എന്ത് തോന്നിയത്? ഈസി ആയിട്ട് തോന്നിയായിരുന്നു? ഞാൻ വിചാരിച്ചു പഠിക്കാൻ പറ്റില്ല, കാരണം PHP ഒക്കെ കണ്ടപ്പോൾ കുറേ കൂടെ അതിനുള്ളിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്താ സാറെന്ന് വിചാരിച്ചു. പിന്നെ ഡ്രോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ, നമുക്കറിയാത്ത കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും നല്ലൊരു കാര്യം. അങ്ങനെ ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പഠിച്ച് വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആർക്കും പഠിച്ചെടുക്കാവുന്നതാണ്. സിമ്പിളാണ് ക്ലാസ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് പിന്നീട് കണ്ടിന്യൂസ് ചെയ്തു. കണ്ടിന്യൂസ് ചെയ്തപ്പോൾ ഈസി ആയിട്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ഓക്കെ. അപ്പം അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ തന്നെ അജിത്ത് കേട്ടാണ് 2800 എന്നൊരു കോഴ്സ് ഫീ, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് പണം അടയ്ക്കുക എന്നൊരു ടാഗ് ലൈൻ അവോധയാണ്. അത് കേട്ടാണ്. അപ്പോൾ എന്ത് തോന്നിയത്? 2800 PHP ഫുൾ സ്റ്റാക്ക് പോലൊക്കെ ഒരു ഹൈ സ്കിൽഡ് കോഴ്സ് അപ്പോൾ ഇത് ചെയ്തത് വർത്തായിരിക്കും തോന്നിയിരുന്നു? യെസ്, ഓഫ് കോഴ്സ് വർത്താണ്. കാരണം പുറത്ത് ഞാൻ ഇതിൻ്റെ ഫീയും കൂടി നോക്കിയിരുന്നു. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നോക്കും, വേറെ നമ്മൾ സോഴ്സ് നോക്കും. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കോഴ്സിന് ചില സ്ഥലത്തൊക്കെ 30,000 50,000 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2800 ആ സെയിം ക്ലാസ് കിട്ടുകയെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എന്തായാലും വർത്താണ്. ഇതിൽ കോംപ്രമൈസും കാര്യങ്ങളൊന്നുമില്ല, ക്വാളിറ്റി എല്ലാം ക്വാളിറ്റി നല്ല ക്വാളിറ്റി.
നോർമലി PHP ഫുൾ സ്റ്റാക്ക് എന്നൊരു കോഴ്സ്, അതായത് B.TECH അല്ലെങ്കിൽ MCA, BCA, ഈ ഒരു ഫീൽഡിൽ നിന്നുള്ളവരൊക്കെയാണ് ഈ കോഴ്സ് സാധാരണ ചൂസ് ചെയ്യാറ്. അപ്പം BA പൊളിറ്റിക്കൽ സയൻസ് എന്നൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അജിത്ത് ഇത് ചൂസ് ചെയ്തപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് നമുക്ക് എല്ലാവർക്കും ഇത് ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് അജിത്ത് ഇപ്പം തെളിയിച്ച് കഴിഞ്ഞു. എങ്ങനെയായിരുന്നു അജിത്തിൻ്റെ ഒരു പ്രൊസീജിയർ, അതൊന്ന് പറയാമോ? സാധാരണ ഇത് MCA BCA പഠിച്ച അല്ലെങ്കിൽ M.TECH B.TECH പഠിച്ചവരാണ് അധികം ഇത് ചൂസ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് മാത്രമല്ല, എന്നെപ്പോലെ BA പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചവർക്കും ഇത് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള തെളിവാണ് ഞാൻ. കാരണം നമ്മുടെ അവോധയിൽ എന്ന് പറയുമ്പോൾ നമുക്കിത് ബേസ് തൊട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് മിനിമം ബേസ് ഉണ്ടാവും, അതുകൊണ്ട് അവർക്കൊന്നും കൂടി സിമ്പിളായിരിക്കും ഇത് പഠിക്കുമ്പോൾ. പക്ഷെ നമുക്ക് ബേസ് ഇല്ല. അപ്പോൾ പക്ഷേ അവോധയിൽ എന്ന് പറയുന്നത് ബേസ് തൊട്ട് പഠിപ്പിക്കുന്നുണ്ട്, ആർക്കും പഠിച്ചെടുക്കാം. കാരണം ഒന്ന് മനസ്സിരുത്തി കഴിഞ്ഞാൽ ആർക്കും ഈസി ആയിട്ടൊന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരണമെന്നോ ഒന്നുമില്ല, പഠിക്കാൻ മനസ്സുണ്ടായാൽ മതി, ആർക്കും ഇത് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. നമുക്ക് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ എപ്പോഴും ആൾക്കാർ എൻക്വയറി ചെയ്യുന്നൊരു ടോപ്പിക്കാണ് പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ കാര്യം. അപ്പം ജാപ്പ് ക്വാളിഫൈ ആയിട്ട് അല്ലെങ്കിൽ മോക്ക് ഇൻ്റർവ്യൂസ് ക്വാളിഫൈ ആയിട്ട് എങ്ങനെയാണ് പ്ലേസ്മെൻറ്റ് സെല്ലിൽ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ആദ്യം ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പം എങ്ങനെയായിരുന്നു ജാപ്പ് അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞു, ജാപ്പ് ക്വാളിഫൈ ആയെന്ന് പറഞ്ഞു, എങ്ങനെയായിരുന്നു ബാക്കി പ്രൊസീജിയർ? പ്ലേസ്മെൻറ്റ് സെല്ലിൽ കോൺടാക്ട് ചെയ്തിരുന്നു എങ്ങനെയായിരുന്നു? അതെ, അവർ കോൺടാക്ട് ചെയ്തിരുന്നു. കോൺടാക്ട് ചെയ്തിട്ട് അവരായിരുന്നു ഇത്ര ദിവസത്തിനുള്ള അറിയിക്കുമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ കൊടുത്ത ID ഉള്ള കമ്പനി ഇത്ര ദിവസത്തിനുള്ള അറിയിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവരതൊന്ന് കൊടുത്തിട്ട് ഇത്ര ദിവസത്തിനുള്ള തന്നെ കമ്പനിയിൽ നിന്ന് കോൾ ബാക്ക് വന്നു. അവരെന്നിട്ട് ഇൻ്റർവ്യൂ വെക്കുമായിരുന്നു. ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഡയറക്റ്റ് ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്റർവ്യൂ ഉദ്ദേശിച്ചത് സൂം വഴിയാണ്. ഓൺലൈൻ വഴിയായിരുന്നു നമുക്ക് അടുത്ത്. സൂം വഴിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? ഞാൻ വിചാരിച്ചു ജാബൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ നമുക്ക് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് അറ്റൻഡ് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നു. എന്നാലും ഒരു ജോലി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇതാണല്ലോ, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത്ര ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, സിമ്പിളായിരുന്നു. ജാപ്പിൽ നിന്നൊരു കോൺഫിഡൻസ് കിട്ടിയിരുന്നു അറ്റൻഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ ഫുൾ സ്റ്റാക്ക് എന്ന് പറയുമ്പം അതിൽ വെബ് ഡെവലപ്മെൻ്റ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പം ക്ലയൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ക്ലയൻസിന് വേണ്ടി അജിത്ത് ചെയ്ത പ്രോജക്ട്സ് ഏതൊക്കെയാണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? ഞാൻ ഇപ്പോൾ കറൻറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന 3ാമത്തെ ഒരു വെബ്സൈറ്റാണ്. അതിന് മുമ്പ് 2 വെബ്സൈറ്റ് ചെയ്തു, അത് കഴിഞ്ഞു. ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ തന്ന ടൈമിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എങ്ങനെ ചെയ്യും എന്നൊക്കെ. ഫസ്റ്റ് ചെയ്തൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്കിൻ്റെ ഒരു വെബ്സൈറ്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നമുക്ക് സെല്ല് ചെയ്യുന്നതിൻ്റെ ഒരു ഇതായിരുന്നു. കസ്റ്റമേഴ്സിന് നമുക്ക് കയറി നമുക്ക് ബൈക്ക് ചൂസ് ചെയ്യാനും അങ്ങനെയുള്ളൊരു മോഡലായിരുന്നു. സെക്കൻഡ് ചെയ്ത ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു വെബ്സൈറ്റായിരുന്നു. ഇപ്പോൾ കറൻറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വരുന്നൊരു വെബ്സൈറ്റാണ്. അബോധ ചൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്. 2800 ഈ കോഴ്സ് സക്സസ്ഫുള്ളി പഠിച്ച് പാസ്സായി ഇപ്പം ഇൻറ്റേൺഷിപ്പ് ചെയ്യാണ് അജിത്ത്. ഇപ്പം ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്, ഒരു അബോധ്യൻ എന്ന എക്സ്പീരിയൻസിൽ നിന്ന് ഈ കോഴ്സ് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. ഈ കോഴ്സ് ഞാൻ 2800 രൂപയാണ്ട് തന്നെ ആരും തട്ടിപ്പ എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം ജോലി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതിനൊരു എക്സാമ്പിളാണ് ഞാൻ. 2800 രൂപയ്ക്ക് നമുക്ക് എത്രത്തോളം അതിനെക്കാട്ടും ഇരട്ടിയുള്ള വർത്തായിട്ടുള്ളൊരു ക്ലാസ്സാണ് നമുക്ക് അവോധയിൽ നിന്ന് കിട്ടുന്നത്. കാരണം ബേസ് തൊട്ടാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിരുന്നു അവോധ തട്ടിപ്പാണ്, ജോലിയൊന്നും കിട്ടത്തില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ജോലി കിട്ടും. അതിനുള്ളൊരു എക്സാമ്പിളായിട്ടാണ് ഞാനിരിക്കുന്നത്. അജിത്ത് ഈ ഒരു വർക്കിംഗ് ടൈമിൽ നമുക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരു വലിയ താങ്ക്സ് ഉണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്സ്. ഓക്കെ, താങ്ക് യു.